സൗദാ ബീവി ഭക്ഷണം കഴിച്ചില്ല, മാറി. നിങ്ങൾ റസൂൽ ആയിച്ച നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടെന്നല്ലേ, ഞാനില്ല, എനിക്ക് വേണ്ട തന്നെ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു ലതകുലിയന്ന, നിങ്ങൾ തിന്നേണ്ടി വരും, നിങ്ങൾ തിന്നേണ്ടി വരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മുഖത്ത് ഇതെടുത്തിട്ട് മുഖത്ത് തേക്കും, മര്യാദക്ക് തിന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. ആര് പറയാ? ഈ ഭക്ഷണത്തെ ഞാൻ മുഖത്തേക്ക് തേക്കും, ഇല്ലെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആരോട്? സൗദയോട്, ആയിഷ ബീവിയോട്. അപ്പോഴും അവര് കഴിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണത്തിൽ എന്റെ കൈ വെച്ചു. എന്നിട്ട് ചില ഈ കളികൾക്കൊക്കെ കാണാ, ലോകകപ്പിനും മറ്റോ ഒക്കെ കാണാ, എന്ത് ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഗാലറിയിലില്ലേ, ഇങ്ങനെ ഇപ്പോ പത്രങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ തേക്കുന്ന ഇല്ലേ, കളർ തേക്കുന്നവര്. ഹോളിയിലൊക്കെ കാണാം, ഹോളിയിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആയിഷ ബീവി പറയാ, ലോകത്ത് ധർമ്മം പഠിപ്പിച്ച മനുഷ്യൻ അവിടെ നോക്കിയിരിക്കുക. ഞാൻ ആയിഷ ബീവി പറയാണ്, ഞാൻ സൗദയുടെ മുഖത്ത് ഇതെടുത്തിട്ട് അങ്ങോട്ട് തേച്ചു. അപ്പോൾ അത് കണ്ട് മുസ്തഫ നബി ചിരിച്ചു. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? തന്റെ കൈയെ ആ പാത്രത്തിൽ കുത്തി, തന്റെ കൈയെ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്റെ കയ്യിൽ ഈ ഭക്ഷണമാക്കി, മാവാക്കി. എന്നിട്ട് തന്റെ കൈ സൗദാന്റെ കയ്യിലേക്കാണ് കൊടുത്തു. സൗദയോട് പറഞ്ഞു, പിടിക്കുക, ഇനി നിനക്ക് കൈ കുത്താൻ പേടിയാണെങ്കിൽ മനസ്സിലായോ നിങ്ങൾക്ക്? റസൂലുള്ള സ്വന്തം കൈ പാത്രത്തിൽ കുത്തിയിട്ട് സൗദാക്കാണ് കൊടുത്തു. സൗദയോട് പറഞ്ഞു, തേക്ക് അങ്ങോട്ട് നാം. രസമാണല്ലോ, ഞാൻ ഒരാളെ മാത്രം നീതിമാനാവണ്ടേ, ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ എന്റെ കൈ റസൂലുള്ളാന്റെ കൈ കൊണ്ട് സൗദനെ പിടിച്ചിട്ട് എന്റെ മുഖത്തും പുരട്ടി. രണ്ടാളും ഒരു പ്രത്യേക കോലത്തിൽ, രണ്ടാളും മുഖം നിറച്ച് ഈ ഭക്ഷണാക്കിയ ഭക്ഷണം കൊണ്ട് ഇങ്ങനെ ഒരു കോലത്തിലിരിക്കുക. അപ്പോഴും ഹബീബായ റസൂലുള്ള ചിരിച്ചു. ചിരി കഴിഞ്ഞപ്പോ പറഞ്ഞു, കൂമാ കൂമാ വേഗനിക്ക് ഫഹസില, രണ്ടാളും കുളിച്ചോളൂ. ഉമർ കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഈ കോലത്തിലെങ്ങനെ ഇരിക്കണ്ട, പിന്നെ അവിടെ ശരിയാവും എന്ന് പറഞ്ഞു. فقال النبي صلى الله عليه وسلم كما فاغسلا وجوهكما لئلا يراكما عمر بهذه الصورة. ഈ രൂപത്തിൽ ഉമർ വന്ന് കണ്ടാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, പിന്നെ അവിടെ വലിയ ബഹളം ഉണ്ടാവും. അതുകൊണ്ട് വേഗം പോയി മുഖം കഴുകിക്കോളൂ എന്ന് ഞങ്ങൾ രണ്ടാളോട് പറയുകയും ചെയ്തു. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് അതന്നെ ഹാ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇങ്ങനെ ഇതാണ് ജീവിതം, ഈ ഒരു ശൈലി ഇതന്നെ, ഈ സന്തോഷിപ്പിക്കൽ. അനായിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ദഅാനി റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഒരിക്കൽ ഒരു പെരുന്നാളിന്റെ അന്ന് അബസീനിയക്കാർ മദീന പള്ളിയുടെ ഓരത്ത് ആയുധം കൊണ്ട് കളിക്കാൻ വേണ്ടി വന്നു. ആയുധാഭ്യാസം. അബസീനിയക്കാരായ മെയ്വഴക്കമുള്ള കുറച്ച് ചെറുപ്പക്കാർ അഭ്യാസം കളിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ ഓരത്തേക്ക് വന്നു. അബസീനിയക്കാർ മെയ്വഴക്കമുള്ളവർ, അവരെ മെയ്യഭ്യാസങ്ങൾ നടത്തുക. പെരുന്നാളല്ലേ, ഒരു സന്തോഷത്തിന്. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ഗാനമേളത്തിക്ക് തെളിവാവരുത്, അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ നാട്ടിലേക്ക് ഭാര്യ ഗാനമേള കൊണ്ടുപോകാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരു പരിധി, ആ പരിധിയിൽ ഒരു നല്ലത് ഒരു സന്തോഷം കാണിച്ചു കൊടുത്തു എന്നതിന് തെളിവാക്കാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലായിരുന്നു. വീട് പള്ളിയുടെ ഒരോരത്ത് ആണുങ്ങള് ഈ ചെറുപ്പക്കാരിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എന്നെ വിളിച്ചു. നിനക്ക് അവരെ കാണാൻ തന്നുറയിലേയും അവരെ നോക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അവരിലേക്ക് നോക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അതേ നബിയെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തന്റെ നേരെ ബാക്കിൽ എന്നെ നിർത്തി.
ഇങ്ങനെ പിടിച്ച് തോളിൽ ഇങ്ങനെ താഴ്ത്തി തന്നു. എന്റെ താടി റസൂലുള്ളാഹിന്റെ തോളിലേക്ക് ഇങ്ങോട്ട് ഒപ്പിച്ചു. തല മാത്രം കാണാൻ കഴിയും. എന്നെ റസൂലുള്ളാഹി അങ്ങോട്ട് മറച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് താടി എന്റെ താടി ഞാൻ റസൂലുള്ളാഹിന്റെ തോളിന്റെ മുകളിൽ താടി ഇങ്ങനെ താഴ്ത്തി തന്നു. ഈ തോള് താഴ്ത്തി തന്നു. അപ്പോൾ ഞാൻ എന്റെ താടി റസൂലുള്ളാഹിന്റെ തോളിന്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ടോ എന്നിട്ട് നോക്ക് പറഞ്ഞു. അവസരം മുതലാക്കി ഞാൻ എന്ത് ചെയ്തു? എന്റെ മുഖം അവിടുത്തെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ കവിളിലേക്ക് എന്റെ മുഖം ചേർത്തിട്ട് അങ്ങനെ മുഖം ആ ഭാഗത്തേക്ക് ചാരി ഞാൻ അങ്ങനെ നിന്നു. ആ തോളിന്റെ മുകളിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹബീബായ നബി പറഞ്ഞു, നിനക്ക് മതിയായോ ചോദിച്ചു. ഞാൻ ചെറുപ്പക്കാരി പെണ്ണല്ലേ, ഞാൻ പറഞ്ഞു മതിയായിട്ടില്ല. അന്ന് റസൂലുള്ളാഹിക്ക് പനിയുമാണ്, പനി പിടിച്ച് നിൽക്കുന്ന ദിവസം. എന്നിട്ടും പനി ഉണ്ടായിട്ട് അന്ന് പനിയോട് കൂടെയാണ് എനിക്ക് വന്നിട്ട് ഈ സൗകര്യമൊക്കെ ചെയ്തത്. കുറെ നേരം അങ്ങനെ നിന്നു. കുറെ നേരം കഴിഞ്ഞു. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹിനോട് ഇനി മതിയായി നബിയേ. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി മതിയാക്കി, ഞങ്ങൾ മടങ്ങി. എന്നിട്ട് ആയിഷാ ബീവി പറയാ, അത് കാണാനുള്ള താല്പര്യം ഒന്നുമായിരുന്നില്ല. വലാകിൻ അഹ്ബബ്തു അൻ യബ്ലുഗ അൻ-നിസാ മഖാമഹു ലി വ മകാനി ലി ഇൻദഹു. ഇത് നാട്ടുകാരറിയാനുള്ള താല്പര്യമായിരുന്നു എനിക്ക്. എനിക്ക് നബിയുടെ അടുത്ത് അത്ര വലിയ സ്ഥാനമുണ്ട്, നാട്ടുകാരറിയട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് ആ കളി കാണാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സൗകര്യം ചെയ്തെന്നപ്പോൾ ഇഷ്ടമില്ലാത്തതും ഇഷ്ടായി. ഇതൊരു മിക്കവാറും ആർക്കുണ്ടാവും, ഭാര്യക്കുണ്ടാവും. ഇഷ്ടമില്ലാത്തത് ഇഷ്ടമാകും, ഇഷ്ടമില്ലാത്തത് താല്പര്യമാകും. വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين. നോക്കൂ, ഇനി വളരെ ശ്രദ്ധിക്കണം, ഇനിയും ശ്രദ്ധിക്കണം. കളിക്കണം എന്ന് പറഞ്ഞു, കുട്ടിയെപ്പോലെ ആവണം എന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. وَأَلَّا يَبْسُطَ فِي الدَّعَابَةِ وَحُسْنِ الْخُلْقِ وَالْمُوَافَقَةِ بِاتِّبَاعِ هَوَاهَا. അവളോടുള്ള കളി അതിര് കവിഞ്ഞ രൂപത്തിലാകാൻ ഒരിക്കലും പാടില്ല. അവന്റെ റുജൂലിയത്ത്, ആണത്തം നഷ്ടപ്പെട്ട ഒരാൾ എന്ന് അവനെപ്പറ്റി അവൾ ധരിക്കുന്ന രൂപത്തിലേക്ക് അവൻ മോശമാകരുത്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ബിത്തിബാഇ ഹവാഹാ. അവൾ വിചാരിക്കുന്നത് മുഴുവനും അവൻ നടത്തിക്കൊടുക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടാകുന്ന വിധത്തിലേക്ക് അവന്റെ കളിയെ പെരുപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, കളി മറ്റൊക്കെ വീട്ടിൽ വേണം, പക്ഷെ എന്ത് വേണം? പരിധി വേണം. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഒരാൾ തന്റെ ഭാര്യക്ക് വഴിപ്പെട്ട് കൊടുക്കുക. ഭാര്യക്ക് വഴിപ്പെടുക, അവൾ പറയുന്ന എന്തും അവൾ ഹവാക്ക് അവൻ വഴിപ്പെടുക. അവൾ എന്ത് പറഞ്ഞു? പിന്നെയോ അവന്റെ ഹൈബത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കി കളയുന്ന രൂപത്തിൽ അവന്റെ ആ ആണത്വം, അവന്റെ ആ മഹത്വം, ആ വില അവൾ കൽപ്പിക്കാത്ത വിധത്തിലേക്ക് അവൻ കളിച്ചും ചിരിച്ചും അവൾക്ക് വഴിപ്പെട്ടും ഒരു പെണ്ണുങ്ങളെ ഭർത്താവ് എന്ന രൂപത്തിലേക്ക് തരംതാഴ്ന്നു പോകാൻ പാടില്ലാത്തതാണ്. ഖാലൽ ഹസനു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ അസ്ബഹ റജുലുൻ